ഹലോ, നമസ്കാരം ചേട്ടാ. ഞാനേ ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യം കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ 2 വീഡിയോയ്ക്ക് 1600 1700 പേര് കണ്ടവരുണ്ട്. ഭയങ്കര സന്തോഷം. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഈ ഇടുന്ന ഓരോ വീഡിയോസും ഇല്ലേ, അത് ഒരാൾ പോലും കാണുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ 2 വീഡിയോയ്ക്കും അത് കിട്ടിയത് തന്നെ വളരെയധികം സന്തോഷം. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ വീഡിയോ ആരും കാണുന്നോ അങ്ങനെ ഇതാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം നമുക്കൊരു പ്രതീക്ഷയില്ല എന്താവും എന്നുള്ളത്. അപ്പോൾ ഒരു ഒരു ഇതിന് വേണ്ടി ഇട്ടതാണ്, ഒരു ഒരു ടൈം പാസ് പോലെ ഇട്ടതാണ്. പക്ഷേ മറ്റുള്ളവർ വിചാരിക്കേണ്ടാവും, 1700 പേരല്ലേ കണ്ടുള്ളൂ, മറ്റേ 1600 പേരല്ലേ, 1 മില്യനൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും, 1 മില്യനൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടാവും ഓരോരുത്തർ വീഡിയോസ്. നമുക്ക് 1 മില്യൻ അടിച്ച പോലെയാണ്. 1000 പേര് നമ്മുടെ വീഡിയോ കാണുന്ന 1 മില്യനൊക്കെ അടിച്ച പോലെ നമുക്ക് ആ മാതിരി സന്തോഷമാണ്. ഞാൻ വെച്ചു ഒരാൾ ആദ്യമേ തന്നെ എൻ്റെ 2-3 പേര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ആരും നോക്കില്ല, കാണില്ല, സംസാരിക്കില്ല, അങ്ങനത്തുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇനി അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വളരെയധികം സന്തോഷം. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും നമുക്കറിയില്ല, വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കണം നമുക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്ന് പറയാം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോയിൽ. നല്ലൊരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ കണ്ടൻറ്റ് ഇല്ലാണ്ട് ഞാൻ എൻ്റെ ജോലി റൊട്ടീൻ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കാണുന്ന ആൾക്കാരുണ്ട്, അത് വർക്കാർ, അത് ദൈവത്തിന് എന്തോ അനുഗ്രഹം പോലെ. അപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി അങ്ങനെ നടക്കണ പരിപാടിയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കൂടി എങ്ങനെയാണെന്ന് കൂടി അറിയില്ല. പക്ഷെ വരട്ടെ, ഉള്ളതുപോലെ നമുക്ക് ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നാളെ കാണാം, നാളെ രാവിലെ കാണാം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങും, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടു ഉറങ്ങണം കേട്ടാ. ശരി അപ്പോൾ.